ഹലോ ഫ്രണ്ട്സ്, വെർച്വൽ സ്പേസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത് തിയറി ഓഫ് മെഷീൻസ് ആണല്ല എന്നുണ്ടെങ്കിൽ മെക്കാനിക്സ് ഓഫ് മെഷീനറി. അപ്പോൾ അതിനകത്ത് കുറച്ച് പോർഷൻസ് ആണ്. അപ്പോൾ 4 ബാർ ചെയിൻ, അതുപോലെ തന്നെ അതിൻ്റെ ഇൻവേർഷൻസ്, ദെൻ ഗ്രഷോസ് ലോ, ഇത്രയും കാര്യങ്ങളാണ് നോക്കുന്നത്. പിന്നെ ട്രാൻസ്മിഷൻ ആംഗിൾ, അതുപോലെ തന്നെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. അപ്പോൾ 4 ബാർ ചെയിൻ എന്ന് പറയുമ്പോൾ ചെയിൻ എന്താണെന്ന് അറിയുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ലിങ്കേജിനെയാണ് നമ്മൾ വിളിക്കുന്നത് ഈ ചെയിൻ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ കൈനമാറ്റിക് ചെയിൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ എന്താണ് അതിൻ്റെ അതായത് ഓരോ ലിങ്കിനെ റിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ മറ്റുള്ള ലിങ്കിൻ്റെ മോഷൻസ് എന്താണോ ഡെഫിനിറ്റ് ആണ്. അപ്പോൾ ഇൻഡെഫിനിറ്റ് മോഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യുക, നോൺ കൈനമാറ്റിക് ചെയിൻ എന്നാണ് പറയുക. അതേപോലെ തന്നെ എന്താണ് മോഷൻസ് അലോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയുക, അതിനെ റിഡൻഡൻറ്റ് ചെയിൻ എന്ന് പറയും. അപ്പോൾ ഇതിനകത്ത് 4 ബാർ ചെയിൻ, അപ്പോൾ ഒരു ചെയിൻ എന്ന് പറയുമ്പോൾ എന്താണ് 4 ബാർ ചെയിൻ ആണ് ഏറ്റവും ബേസിക് ആയിട്ട് വരുന്നത്. ദെൻ അതിനപ്പോൾ 3 ബാർ ചെയിൻ വരാത്തതിനുള്ള കാരണം എന്താണ്, അതൊരു സ്ട്രക്ചറാണ്, അതിനെന്താണ് മോഷനില്ല. നമ്മൾ ക്ലോസ്ഡ് നോക്കുമ്പോൾ എന്താണ് ഒരു സിംഗിൾ ലിങ്ക്, അതായത് ഒരു ലിങ്ക് എടുത്തു കഴിഞ്ഞാൽ എന്താ ക്ലോസ്ഡ് അല്ല. ഇപ്പോൾ 2 ലിങ്ക് എടുത്തു കഴിഞ്ഞാൽ എന്താണ് അതും ക്ലോസ്ഡ് അല്ല. ഇപ്പോൾ 3 ലിങ്ക് എടുക്കുമ്പോഴാണ് എന്ത് ബേസിക്കലി എന്താണ് ക്ലോസ്ഡ് ചെയിൻ വരുന്നത്, മീൻസ് ചെയിൻ കൈനമാറ്റിക് ചെയിൻ വരുന്നത്. സോ നമ്മൾ ആ ഒരു 3 ലിങ്കുള്ളതിനെ നമ്മൾ ഒഴിവാക്കുന്നത് എന്തുകൊണ്ടാണ്, അത് സ്ട്രക്ചറാണ്, അതിനകത്ത് ഡെഫിനിറ്റ് എന്താ പറയുക മോഷനേ പോസിബിൾ അല്ല. സോ ഇറ്റ്സ് എ റിഡൻഡൻറ്റ് ചെയിൻ. ബേസിക്കായിട്ട് എന്താ പറയുന്നത്, അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ചെയിൻ എന്ന് പറയുന്നത് 4 ബാർ ചെയിൻ ആണ് വരുന്നത്. കൈനമാറ്റിക് ചെയിൻ, ഫണ്ടമെൻ്റൽ കൈനമാറ്റിക് ചെയിൻ എന്ന് പറയുന്നത് എന്താണ് 4 ബാർ ചെയിൻ ആണ്. അപ്പോൾ മെക്കാനിക്കൽ അതല്ലെങ്കിൽ എന്താ പറയുന്നത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന മെക്കാനിസം എന്ത് തന്നെയാണ് ഈ ഒരു 4 ബാർ ചെയിൻ തന്നെയാണ്, ഡ്യൂ ടു ഇറ്റ്സ് സിംപ്ലിസിറ്റി ആൻഡ് വെർസാറ്റിലിറ്റി. അപ്പോൾ നമ്മുടെ ഒരു 4 ബാർ ചെയിനിനകത്ത് എന്തൊക്കെ ഉണ്ടാവും, 4 ലിങ്ക് ഉണ്ടാവും, അതുപോലെ തന്നെ എന്താണ് 4 പിൻ ജോയിൻറ്റ്സ് ഉണ്ടാവും. ഇപ്പോൾ അതിനകത്ത് ഒരു ലിങ്ക് ഫിക്സഡ് ആണെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം, അതിനെ ലിങ്കേജ് എന്ന്, അല്ലെങ്കിൽ ഒരു എന്താണ് മെക്കാനിസം എന്ന് വിളിക്കാം. അപ്പോൾ ഈ ഔട്ട് ഓഫ് ദീസ് 4 ലിങ്ക്സ്, ഈ 4 ലിങ്ക്സിനകത്ത് എന്താണ് ഓരോന്നിനും ഓരോ ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇപ്പോൾ അതൊരു മെക്കാനിസം അതല്ലാന്നുണ്ടെങ്കിൽ ലിങ്കേജ് എന്ന് വിളിക്കണമെങ്കിൽ എന്താണ് ഒരെണ്ണം ഫിക്സഡ് ലിങ്ക് ആവണം. സോ എന്താണ് ഫസ്റ്റ് വരുന്നത് ഫിക്സഡ് ലിങ്ക് ആണ്. അപ്പോൾ എന്താണ് സ്റ്റേഷനറി ലിങ്ക് വിച്ച് അത് ഇസ് എ കണക്ട്. അപ്പോൾ ഒരു ലിങ്ക് എന്താണ് എപ്പോഴും ഫിക്സഡ് ലിങ്ക് ആയിരിക്കും. ദെൻ ഒരെണ്ണം എന്തായിരിക്കും ക്രാങ്ക് ആയിരിക്കും. അപ്പോൾ എന്താണ് കംപ്ലീറ്റ് റെവല്യൂഷൻ പോസിബിൾ ആവുന്ന ഒരു ലിങ്ക് എന്തായിരിക്കും, ക്രാങ്ക് ആയിരിക്കും. അതുപോലെ തന്നെ എന്താണ് അടുത്തത് കപ്പിൾ. അപ്പോൾ ഈ കപ്പിൾ എന്ന് പറയുമ്പോൾ എന്താണ്, ഇപ്പോൾ ഈ ഒരു ക്രാങ്ക് അതുപോലെ തന്നെ എന്താണ് ലിവർ അല്ലെങ്കിൽ റോക്കറിനായിട്ട് കണക്ട് ചെയ്യുന്നതാണ് ഇത് കപ്ലർ, അല്ലെങ്കിൽ എന്താ പറയുക ദ ലിങ്ക് ഓപ്പോസിറ്റ് ടു ദ ഫിക്സഡ് ലിങ്ക് ട്രാൻസ്മിറ്റ് ദ മോഷൻ. അപ്പോൾ എന്താണ് ഫിക്സഡ് ലിങ്കിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതാണ് ഇത് കപ്ലർ എന്ന് പറയുന്നത്. സോ അപ്പോൾ ഇൻപുട്ട് ലിങ്ക് ഔട്ട്പുട്ട് ലിങ്ക് ആയിട്ട് കണക്ട് ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യാറ്, കപ്ലർ യൂസ് ചെയ്യുന്നത്. അടുത്താണ് എന്ത് റോക്കർ അല്ലെങ്കിൽ ലിവർ, ദ ലിങ്ക് ദാറ്റ് ഓസിലേറ്റ് വെൻ ഇറ്റ് കനോട്ട് മൂവ് ഫുൾ റൊട്ടേഷൻ. അപ്പോൾ എന്താണ് ഫുൾ റൊട്ടേഷൻ പോസിബിൾ അല്ലാതെ എന്താണ് ഓസിലേഷൻ മാത്രം പോസിബിൾ ആയിട്ടുള്ള ലിങ്കാണ് എന്ത് ഈ റോക്കർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലിവർ. അപ്പോൾ ഒരു ബേസിക് ആയിട്ട് വരുന്ന ചെയിൻ എന്ന് പറയുന്നത് ഏതാണ്, കൈനമാറ്റിക് ചെയിനിൽ ബേസിക് ആയിട്ട് വരുന്നതാണ് ഇത് 4 ബാർ ചെയിൻ. അപ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് അത് തന്നെയാണ്. അപ്പോൾ അതിനകത്ത് എന്താണ് അതിൻ്റെ ഓരോ മീൻസ് നമ്മളിപ്പോൾ ഓരോ ലിങ്കിന് നമുക്ക് എന്താണ് എലമെൻറ്റ്സ്, അപ്പോൾ അതിൻ്റെ ബേസിക്കായിട്ട് 4 എലമെൻറ്റ്സ് ആണ് വരുന്നത്. അപ്പോൾ ആ ഒരു 4 എലമെൻറ്റ്സിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ 4ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. ഇനി അടുത്തൊരു കേസ് വരുന്നത് ഇപ്പോൾ ഒരു 4 ബാർ ലിങ്കേജിൽ, അതിനകത്ത് എന്താണ് ഇപ്പോൾ 4 ബാർ ലിങ്കേജ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് ഒരു ലിങ്ക് ഫിക്സഡ് ലിങ്ക് ആയിരിക്കും. അപ്പോൾ ഈ ഒരു ലിങ്ക് നമുക്ക് ഡി എന്ന് വിളിക്കാം. ദെൻ എ ബി സി, അപ്പോൾ ബാക്കി എന്താണ് എ ബി സി 3 ലിങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇവരുടെ സം എന്ന് പറയുന്നത്, അതായത് ഈ ഒരു ഡിയുടെ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ് ബാക്കി 3 ലിങ്കുകളുടെയും ലെങ്ത്തിൻ്റെ സമ്മിനേക്കാൾ ഗ്രേറ്റർ ആണെന്നുണ്ടെങ്കിൽ എന്താണ് അങ്ങനെ ഒരു 4 ബാർ ലിങ്കേജ് എന്താണ് പോസിബിൾ അല്ല. അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടീഷനിൽ എന്താണ് ഏതെങ്കിലും ഒരു ലിങ്കിൻ്റെ ലെങ്ത്ത് ബാക്കി 3 ലിങ്കുകളുടെ ലെങ്ത്തിൻ്റെ സമ്മിനേക്കാൾ ഗ്രേറ്റർ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അങ്ങനെ ഒരു ലിങ്കേജ് എന്താണ് എക്സിസ്റ്റ് ചെയ്യില്ല, ഡസ് നോട്ട് എക്സിസ്റ്റ്. ഇതൊരു കേസ്. ഇനി അടുത്തത് എന്താണ്, ഇപ്പോൾ ഒരു 4 ബാർ ലിങ്കേജിൽ ഇപ്പോൾ എന്താണ് ഷോർട്ടസ്റ്റ് ലിങ്ക് അല്ലാതെ ഏതെങ്കിലും വേറൊരു ലിങ്ക് ക്രാങ്ക് ആവണമെന്നുണ്ടെങ്കിൽ ഉള്ള കണ്ടീഷൻ നോക്കാം. സോ ഇപ്പോൾ നമുക്ക് എന്താണ് ഒരു 4 ബാർ ലിങ്കേജ് കൺസിഡർ ചെയ്യാം.
അപ്പോൾ ഇതാണ് എന്ത് ഇതിനകത്ത് ഷോർട്ടസ്റ്റ് ലിങ്ക് ഡി എന്ന് എടുക്കാം. അത് വേണ്ട നമുക്ക് എന്താണ് ഷോർട്ടസ്റ്റ് എസ് എന്ന് എടുക്കാം. ദെൻ ഇപ്പോൾ ഇതിനകത്ത് ഏറ്റവും ലെങ്തിയസ്റ്റ് വരുന്നത് എൽ എന്ന് എടുക്കാം. ഇതിനെ നമുക്ക് എം എൻ എന്ന് എടുക്കാം. അപ്പോൾ ഇതിലെ ഫിക്സഡ് ലിങ്ക് എന്ന് പറയുന്നത് ഈ ഒരു ഷോർട്ടസ്റ്റ് ലിങ്കാണ്. ഈ ഒരു അഡ്ജസ്റ്റൻറ്റ് ലിങ്ക്, അതായത് എൻ എന്ന് പറയുന്ന ആ ഒരു ലിങ്ക് റൊട്ടേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. എൻ എന്ന് വെച്ചാൽ അതിൻ്റെ ലെങ്ത് കൊണ്ട് ഉദ്ദേശിച്ചാണ്. അപ്പോൾ ഫസ്റ്റ് എന്താണ്, അപ്പോൾ നമുക്ക് ഇത് ഫിക്സഡ് ലിങ്ക് വരക്കാം. ദെൻ ഇതാണ് എൻ എന്ന് വിചാരിക്കുക. അപ്പോൾ ബാക്കിയുള്ള രണ്ട് ലിങ്കും, അതായത് ഇത് എം, ഇത് എൻ, ഇത് എൽ. അപ്പോൾ ഇതെന്താണ്, ഈ ഒരു എൻ എന്ന് പറയുന്ന ആ ഒരു ലിങ്ക് എന്താണ് ക്രാങ്ക് ആവുന്ന ഒരു കേസാണ് കാണിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ എന്താണ്, ഇപ്പോൾ ഈ ഒരു ഫിക്സഡ് ലിങ്കും ക്രാങ്കും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 0 ഡിഗ്രിയാണ്. ഇനി അടുത്തത് എന്താണ് 180 ഡിഗ്രി ആകുമ്പോൾ നോക്കാം. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ച് കളയാം. ദെൻ അടുത്തത് ഫിക്സഡ് ലിങ്ക്, ദെൻ അതായത് ഷോർട്ടസ്റ്റ് ലിങ്കാണ് ഫിക്സഡ് ലിങ്ക്. നമ്മുടെ എൻ എന്ന് പറയുന്നതാണ് നമ്മുടെ ക്രാങ്ക് വരുന്നത്. അപ്പോൾ അത് 180 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. ദെൻ എല്ലും എൻ, ഇപ്പോൾ ഇതാണ്, ഇത് എൻ ആയിരുന്നു. ദെൻ ഇത് എം, ഇത് എൽ. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ വരാം. ദെൻ എസ്, അടുത്തൊരു പൊസിഷൻ എസ് എന്താണ്, ഇത് നമ്മുടെ ഷോർട്ടസ്റ്റ് ലിങ്ക് ഫിക്സഡ് ലിങ്ക് ആണ്. ദെൻ നമ്മുടെ എൽ 180 ഡിഗ്രി ആകുമ്പോൾ ദെൻ എം. സോ ഇപ്പോൾ ഈ മൂന്ന് എന്താണ് ഈ ഒരു ഇത് ക്രാങ്ക്, അതായത് നമ്മുടെ എൻ എന്ന് പറയുന്ന ആ ഒരു ലിങ്ക് ക്രാങ്ക് ആവുന്ന 3 പൊസിഷൻസ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്താണ് 3 ട്രയാങ്കിൾസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം, അതായത് ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താണ്, അപ്പോൾ അതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ട്രയാങ്കിൾ, അതായത് ട്രയാങ്കിൾ ഇനീക്വാലിറ്റി അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് എന്താണ് ലെങ്ത് ഓഫ് എനി വൺ ഓഫ് ദി സൈഡ് ഷുഡ് ബി ലെസ് ദാൻ ദ ലെങ്ത് സം ഓഫ് ദ ലെങ്ത് ഓഫ് ദ അതർ 2 സൈഡ്സ്. സോ നമുക്ക് എന്താണ് ഇവിടെ ഇപ്പോൾ ഈ ഒരു ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈഡിന് നമുക്ക് എൻ പ്ലസ് എസ് എന്ന് എടുക്കാം. ഷുഡ് ബി ലെസ് ദാൻ എം പ്ലസ് എൻ, എം പ്ലസ് എൽ. അപ്പോൾ ഇതൊരു ഇക്വേഷൻ, അത് 1 എന്ന് എടുക്കാം. ഇനി അടുത്തത് ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഈ ഒരു കേസിനകത്ത് നമുക്ക് എങ്ങനെ കിട്ടും, ഇവിടെ എസ് ഉണ്ട്. അപ്പോൾ എസ് പ്ലസ് എൽ ലെസ് ദാൻ എൻ പ്ലസ് എം. അടുത്തൊരു ഇക്വേഷൻ, സെക്കൻഡ് ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇനി അടുത്തത് ഈ ഒരു മൂന്നാമത്തെ ട്രയാങ്കിൾ. അപ്പോൾ ഇതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എം ലെസ് ദാൻ എസ് പ്ലസ്, ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് എൻ ആണ്. അപ്പോൾ അതിൽ നിന്ന് എന്താണ് എസ് എന്ന് പറയുന്ന പോർഷൻ മൈനസ് ആയിട്ടുണ്ട്. സോ അപ്പോൾ ഇവിടെ എൽ പ്ലസ് എൻ മൈനസ് എസ്. ഇത് തേർഡ് ഇക്വേഷൻ. ഇനി എന്ത് ചെയ്യുക, ഇതിനകത്തുള്ള അതായത് ഓരോ 2 ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ 1ഉം 2 ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ 1 പ്ലസ് ഫസ്റ്റ് എന്ത് ചെയ്യാം, 1 + 2 ചെയ്ത് നോക്കാം. 1 + 2 ഇംപ്ലൈസ് നമുക്ക് എന്തെന്ന് കിട്ടും, ഇപ്പോൾ ഇതിനകത്ത് 1 എന്ന് പറയുമ്പോൾ എൻ പ്ലസ് എസ് ലെസ് ദാൻ എം പ്ലസ് എൽ ആണ്. സോ ഇവിടെ എന്താണ് എസ് പ്ലസ് എൽ ലെസ് ദാൻ എൻ പ്ലസ് എം ആണ്. അപ്പോൾ ഈ ഒരു സൈഡിൽ, അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്തുണ്ട്, 2 എസ് ഉണ്ട്. അപ്പോൾ 2s പ്ലസ് എൻ പ്ലസ് എൽ ലെസ് ദാൻ ഇവിടെ എന്തുണ്ട്, ഇവിടെ 2 എം വരുന്നുണ്ട്. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ 2m പ്ലസ് എൻ പ്ലസ് എൽ എന്ന് വരും. അപ്പോൾ ഈ ഇനീക്വാലിറ്റിയുടെ 2 സൈഡിലും എന്തുണ്ട്, നമുക്ക് ഇതിന് ഇക്വേഷൻ 4 എന്ന് വേണമെങ്കിൽ കൊടുക്കാം. സോ ഇപ്പോൾ ഇതിന് 2 ഇനീക്വാലിറ്റി മീൻസ് ഇനീക്വാലിറ്റിയുടെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും എന്തുണ്ട്, എൻ പ്ലസ് എൽ കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ദെൻ ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള എന്താണ് 2s ലെസ് ദാൻ 2m എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2ഉം ക്യാൻസൽ ചെയ്ത് കളയാം. സോ എന്താണ് നമുക്ക് ഫസ്റ്റ് നാലാമത്തെ ഇക്വേഷൻ ആയിട്ട്, അല്ലെങ്കിൽ നാലാമത്തെ ഒരു കണ്ടീഷൻ നമുക്ക് എന്താണ് എസ് ലെസ് ദാൻ എന്തെന്ന് കിട്ടി, നമുക്ക് എം എന്ന് കിട്ടി. അതായത് എസ് എന്ന് പറയുന്നത് ഷോർട്ടസ്റ്റ് ലിങ്ക്, അതിൻ്റെ ലെങ്ത് എന്താണ് ലെസ് ദാൻ എം. അപ്പോൾ നമ്മൾ 1ഉം 2ഉം കൂടിയാണ് ആഡ് ചെയ്തത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, 1ഉം 3ഉം കൂടി ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ 1 + 3 ഇംപ്ലൈസ് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എം മാത്രമേ ഉള്ളൂ. ദെൻ ഇവിടെ എൻ പ്ലസ് എസ് ഉണ്ട്. അപ്പോൾ എം പ്ലസ് എൻ പ്ലസ് എസ് ഈസ് ലെസ് ദാൻ
ഇവിടെ എന്തുണ്ട്, ഇവിടെ 2 L വരുന്നുണ്ട്. അപ്പോൾ 2L പ്ലസ് എന്ത് വരുന്നുണ്ട്, N മൈനസ് എസ് പ്ലസ് L എന്ന് വരുന്നുണ്ട്. സോ ഈ ഒരു കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ M ഉണ്ട്, N ഉണ്ട്, S ഉണ്ട്. ലെഫ്റ്റ് സൈഡ് മീൻസ് ലെഫ്റ്റ് ഹാൻഡ് LHSലാണെങ്കിൽ MNS ഉണ്ട്. ഇവിടെ 2L സോറി ഇവിടെ ഒരെല്ലാം അധികം എഴുതിയിട്ടുണ്ട്. ഇവിടെ എന്താണ് 2L പ്ലസ് N മൈനസ് S ആണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ വരുന്നത് MS L ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു സൈഡിൽ വരുന്നത് L ഉണ്ട്, M ഉണ്ട്. അപ്പോൾ എമ്മും എല്ലും നമുക്ക് ക്യാൻസൽ ചെയ്യാം, അത് കോമൺ ആണ്. ദെൻ ഇവിടെ ഈ ഒരു എസ് മൈനസ് ആണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ എസ് ഇങ്ങോട്ട് എടുത്തു. അപ്പോൾ 2S ലെസ് ദാൻ ഇവിടെ ഒരു N എടുക്കുന്നുണ്ട്, ഇവിടെ ഒരു N എടുക്കും. അപ്പോൾ 2N എന്ന് എഴുതാം. സോ ഇപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടി, 2S ലെസ് ദാൻ 2N എന്ന് കിട്ടി. സോ നമുക്ക് ഈ 2 ക്യാൻസൽ ചെയ്താലേ എന്ന് കിട്ടും. നമുക്ക് അടുത്ത കണ്ടീഷൻ S ലെസ് ദാൻ N. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷോർട്ടസ്റ്റ് ലിങ്ക് ഉണ്ടല്ലോ, ഈ ഷോർട്ടസ്റ്റ് ലിങ്കിൻ്റെ ലെങ്ത്ത് ബാക്കി എല്ലാ ലിങ്കിനേക്കാളും എന്താണ് ചെറുതാണെന്ന് നമുക്ക് കിട്ടി. ഇപ്പോൾ ഒരു കണ്ടീഷൻ എന്താണ്, ഇപ്പോൾ ഈ ഒരു ഷോർട്ടസ്റ്റ് ലിങ്ക്, അതായത് ഫിക്സഡ് ലിങ്ക് ആണ് ഷോർട്ടസ്റ്റ് ലിങ്ക്, അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് ലിങ്ക് നമ്മുടെ ഫിക്സഡ് ലിങ്ക് ആണ് നമുക്ക് കിട്ടി. ഇനി അടുത്ത കണ്ടീഷൻ, അതായത് ഈ ഒരു കേസിൽ അതർ ദാൻ ദി ഷോർട്ടസ്റ്റ് ലിങ്ക് എനി ലിങ്ക് ക്യാൻ ബി എ ക്രാങ്ക്. എന്താണ്, ഇത് ഷോർട്ടസ്റ്റ് ലിങ്ക് അല്ലാതെ ഏതെങ്കിലും ഒരു ലിങ്ക് ക്രാങ്ക് ആകണമെന്നുണ്ടെങ്കിലുള്ള കണ്ടീഷനാണ്. അപ്പോൾ എന്താണ്, ഷോർട്ടസ്റ്റ് ലിങ്ക് ഫിക്സഡ് ലിങ്ക് ആണ്. അതുപോലെ തന്നെ എന്താണ് അടുത്തൊരു കണ്ടീഷൻ പറയുന്നത് എന്താണ്, എമംഗ് ദ റിമൈനിങ് ലിങ്ക്സ് the lengthiest link, sum of shortest link and the lengthiest link should be less than the sum of length of the other two links. ഈ ഒരു കണ്ടീഷൻ, അതായത് ഒന്നുമില്ല. ഇപ്പോൾ എന്താണ്, ഷോർട്ടസ്റ്റ് ലിങ്ക് ഫിക്സഡ് ലിങ്ക് ആണ്. അതുപോലെ തന്നെ എന്താണ്, ഷോർട്ടസ്റ്റ് ലിങ്കിൻ്റെയും ലെങ്ത്യസ്റ്റ് ലിങ്കിൻ്റെയും സം എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം, ബാക്കി 2 ലിങ്കുകളുടെ ലെങ്ത്തിൻ്റെ സമ്മിനേക്കാളും ലെസ് ദാൻ ആയിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഷോർട്ടസ്റ്റ് ലിങ്ക് അല്ലാതെ വേറെ ഒരു ലിങ്ക് ക്രാങ്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് കണ്ടീഷൻ. ഇപ്പോൾ 2 കണ്ടീഷനാണ്. ഒന്ന് ഷോർട്ടസ്റ്റ് ലിങ്ക് ഫിക്സഡ് ലിങ്ക് ആവും, പിന്നെ എന്താണ് നമുക്ക് ഇങ്ങനെ പറയാം, S പ്ലസ് L ലെസ് ദാൻ നമുക്ക് ഇവിടെ M പ്ലസ് N, ഈ ഒരു കണ്ടീഷനും കൂടി സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മുടെ എന്താണ്, നമ്മുടെ ഈ ഒരു ഫിക്സഡ് ലിങ്കിൻ്റെ അഡ്ജസൻറ്റ് ലിങ്കായിരുന്നു നമ്മളെടുത്തത്. അതേപോലെ തന്നെ എന്താണ്, ഇപ്പോൾ അത് ലെഫ്റ്റ് സൈഡിലുണ്ടായിരുന്ന ലിങ്കാണ്. ഇനിയിപ്പോൾ ഈ ഒരു അഡ്ജസൻറ്റ് ലിങ്ക് എന്ന് പറയുമ്പോൾ എന്താണ്, റൈറ്റ് സൈഡിലുണ്ട്. ആ ഒരു ലിങ്കും എന്താണ്, കംപ്ലീറ്റ് റെവല്യൂഷൻ, അതായത് ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള ലിങ്കും ക്രാങ്ക് ചെയ്യുന്നുണ്ട്, കംപ്ലീറ്റ് റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ്, ഈ ഒരു റൈറ്റ് സൈഡിലുള്ള ലിങ്കും എന്താണ്, ഫുൾ റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇത് ഇങ്ങനെ കിട്ടുന്ന ഈ ഒരു മെക്കാനിസം നമുക്ക് എന്ത് വിളിക്കാം, ക്രാങ്ക് മെക്കാനിസം അല്ലെങ്കിൽ ഡബിൾ ക്രാങ്ക് മെക്കാനിസം എന്ന് വിളിക്കാം. അതായത് 2 ക്രാങ്ക് ഈ ഒരു മെക്കാനിസത്തിനകത്ത് വരുന്നുണ്ട്. എങ്ങനെ, ഷോർട്ടസ്റ്റ് ലിങ്ക് ഫിക്സഡ് ലിങ്ക് ആവുന്ന കേസിനകത്ത്. അപ്പോൾ നമുക്ക് ഈ അഡ്ജസൻറ്റ് ലിങ്ക്സ് ഫിക്സഡ് ലിങ്ക് ആക്കി കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും എന്താ കിട്ടുള്ളൂ, ക്രാങ്ക് മെക്കാനിസം കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഡബിൾ ക്രാങ്ക് കിട്ടുള്ളൂ. മീൻസ് സെയിം ഒരേപോലെ തന്നെയാണ് വരിക. അതായത് എന്താണ്, ഇപ്പോൾ ഈ ഒരു ഷോർട്ടസ്റ്റ് ലിങ്ക് ഫിക്സഡ് ലിങ്ക് ആക്കുമ്പോൾ ഇപ്പോൾ ഈ ഒരു ലിങ്ക്, അതായത് ഇപ്പോൾ റൈറ്റ് സൈഡിലുണ്ടായിരുന്ന ലിങ്ക് എന്ത് ചെയ്യും, കംപ്ലീറ്റ് റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യും. അതേപോലെ തന്നെ എന്താണ്, സെയിം തന്നെ ആയിരിക്കും നമ്മുടെ റൈറ്റ് സൈഡിലുള്ള അഡ്ജസൻറ്റ് ലിങ്ക് എന്താണ്, കംപ്ലീറ്റ് റെവല്യൂഷൻ പോസിബിളാണ്. ഇനി അടുത്ത കേസ് നോക്കാം. ഇപ്പോൾ നമ്മൾ ഫിക്സ് ചെയ്തത് ഷോർട്ടസ്റ്റ് ലിങ്കാണ്. നമുക്ക് ആ ഒരു സെയിം മെക്കാനിസത്തിൽ തന്നെ ഇപ്പോൾ നമുക്ക് ബാക്കി ഇൻവേർഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അതായത് അപ്പോൾ നമുക്ക് ഇൻവേർഷൻ എന്ന് പറയുമ്പോൾ relative motion between two adjacent links remains same irrespective of which link is fixed to the frame. Different mechanism is known as obtained by fixing different kind of links. എന്താണ് ഇതിനകത്ത്, ഏത് ലിങ്ക് ഫിക്സ് ചെയ്താലാണ് നമുക്ക് എന്ത് ചെയ്യുക, അഡ്ജസൻറ്റ് ലിങ്ക്സ് തമ്മിലുള്ള റിലേറ്റീവ് മോഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, സെയിം ആയിരിക്കും. അതിപ്പോൾ ഏത് ലിങ്ക് ഫിക്സ് ചെയ്താലും അങ്ങനെ തന്നെ ആയിരിക്കും. സോ ഇപ്പോൾ നമുക്ക് എന്താണ്, ഡിഫറെൻറ്റ് ലിങ്ക്സ് ഫിക്സഡ് ലിങ്ക് ആക്കിക്കൊണ്ട് എന്താണ്, ഒരേ സെയിം ലിങ്കേജിൽ നിന്ന് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെക്കാനിസം അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഇൻവേർഷൻസ് നമുക്ക് പോസിബിളാണ്. ഇതിനെയാണ് നമ്മളെന്ത് വിളിക്കുന്നത്, ഇൻവേർഷൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് കേസ് കണ്ടു, എന്താണ്, നമ്മൾ ഷോർട്ടസ്റ്റ് ലിങ്ക് ഫിക്സഡ് ലിങ്ക് ആക്കി. ഇനി നമുക്ക് അഡ്ജസൻറ്റ് ലിങ്ക്സ് ഫിക്സഡ് ആക്കി നോക്കാം. അപ്പോൾ നമുക്ക് കിട്ടിയത്, ഇപ്പോൾ ഷോർട്ടസ്റ്റ് ലിങ്ക് ഫിക്സഡ് ആണെങ്കിൽ എന്താ നമുക്ക് കിട്ടുക, ഡബിൾ ക്രാങ്ക് മെക്കാനിസമാണ് കിട്ടുക. ഇനി അടുത്തത് ഷോർട്ടസ്റ്റ് ലിങ്കിന് അഡ്ജസൻറ്റ് ലിങ്ക് ഫിക്സഡ് ആക്കി നോക്കുക. ഇത് നമ്മുടെ ഷോർട്ടസ്റ്റ് ലിങ്ക്.
ഇത് എസ്, ഇത് എൽ, ഇത് അഡ്ജസ്റ്റൻ്റ് ലിങ്കിന് എൻ എം എന്ന് എടുക്കാം. ഇപ്പോൾ ഇതിൽ നമ്മളെന്താണ് എൻ നമുക്ക് ഫിക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ എൻ ഫിക്സഡ് ലിങ്കാന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് എന്താണ്, ഇപ്പോൾ ഈ ഒരു എസ് ആണ് നമ്മുടെ ക്രാങ്ക്, അതായത് ഷോർട്ടസ്റ്റ് ലിങ്ക് ക്രാങ്ക് ആവും. അതുപോലെ തന്നെ എന്താണ് അതിന് ഓപ്പോസിറ്റ് ലിങ്ക് ഓസിലേറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. നമ്മൾ ഈ ഒരു എസ് എന്താണ് ഇപ്പോൾ 0 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. ഇതാണ് എൻ നമ്മുടെ ഫിക്സഡ് ലിങ്ക്, ഇത് നമ്മുടെ എസ് ഷോർട്ടസ്റ്റ് ലിങ്ക്. ദെൻ ലോങ്ങസ്റ്റ് ലിങ്ക് എന്തുണ്ട്, എൽ വരുന്നുണ്ട്. ഇത് നമ്മുടെ എന്നും ഇത് എല്ലും. അപ്പോൾ ഇങ്ങനൊരു കേസ്, അതായത് 0 ഡിഗ്രി ആകുമ്പോൾ ഏത് ക്രാങ്കും ഫിക്സഡ് ലിങ്കും തമ്മിൽ. ഇനി അടുത്തത് 180 ഡിഗ്രി ആകുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഇത് നമ്മുടെ എൻ എന്ന് പറയുന്ന ലിങ്ക് ഫിക്സഡ് ലിങ്ക്. ദെൻ ഇപ്പോൾ എസ് എന്താണ് 180 ഡിഗ്രി ആണ് ഷോർട്ടസ്റ്റ് ലിങ്ക്. ഇത് നമ്മുടെ എൽ, ഇത് നമ്മുടെ എൽ, ഇത് എൻ എം. അപ്പോൾ ഈ ഒരു സെയിം കേസ് തന്നെയാണ് ഇവിടെ വരികയുള്ളൂ. ഇപ്പോൾ നമ്മുടെ എൽ ഫിക്സ്, അതായത് ഇപ്പോൾ എന്താണ് ഇതിനെ നമുക്ക് അഡ്ജസൻറ്റ് ലിങ്ക്, അതായത് എന്നും നമുക്ക് അഡ്ജസൻറ്റ് ലിങ്കാണ്. അതുപോലെ തന്നെ നമ്മുടെ എൽ എന്ന് പറയുന്നതും എന്താണ് ഈ ഒരു ഷോർട്ടസ്റ്റ് ലിങ്കിന് അഡ്ജസൻറ്റ് ലിങ്കാണ്. സോ ഇപ്പോൾ എന്താണ് ഇത് രണ്ട് ഫിക്സ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുള്ളൂ, ഇപ്പോൾ എസ് ക്രാങ്ക്, അതായത് ഷോർട്ടസ്റ്റ് ലിങ്ക് ക്രാങ്ക് ആവും. അതുപോലെ ഓപ്പോസിറ്റ് ലിങ്ക് ഓസിലേറ്റ് ചെയ്യും. അപ്പോൾ ഇതിനെ നമുക്ക് വിളിക്കാം എന്ത്, ക്രാങ്ക് ലിവർ മെക്കാനിസം അല്ലെങ്കിൽ ക്രാങ്ക് റോക്കർ മെക്കാനിസം എന്ന് വിളിക്കാം. അതുപോലെ തന്നെ എന്താണ് ഇതിന് വേറൊരു പേര് റോട്ടർ ഓസിലേറ്റിംഗ് കൺവെർട്ടർ എന്ന് വിളിക്കാം. അതായത് ഇപ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്യും, ഇത് ഓസിലേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് എന്ത് റോട്ടറി ഓസിലേറ്റിംഗ് കൺവെർട്ടർ എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തൊരു കേസ്, ഇപ്പോൾ എന്താണ്, ഇപ്പോൾ നമ്മൾ ഷോർട്ടസ്റ്റ് ലിങ്ക് ഫിക്സ് ചെയ്തു. അടുത്തത് അഡ്ജസൻറ്റ് ലിങ്കുകൾ ഫിക്സ് ചെയ്താലും നമുക്ക് സെയിം കിട്ടും. അതായത് റൈറ്റ് സൈഡിലുള്ള അഡ്ജസൻറ്റ് ലിങ്ക് ഫിക്സ് ചെയ്താലും ലെഫ്റ്റ് സൈഡിലുള്ള അഡ്ജസൻറ്റ് ലിങ്ക് ഫിക്സ് ചെയ്താലും എന്താണ് സെയിം തന്നെയാണ് കിട്ടുക. സോ ഇനി നമുക്കുള്ളത് ഓപ്പോസിറ്റ് ലിങ്കാണ്. അപ്പോൾ ലിങ്ക് ഓപ്പോസിറ്റ് ടു ദ ഷോർട്ടസ്റ്റ് ലിങ്ക് ഫിക്സഡ്, ആ ഒരു കേസ് നോക്കാം. ഇത് നമ്മുടെ ഷോർട്ടസ്റ്റ് ലിങ്ക്, ഇതെന്താണ്, ഇതാണ് നമ്മുടെ ഓപ്പോസിറ്റ് ലിങ്ക് വരുന്നത്. അപ്പോൾ അത് ഫിക്സ് ചെയ്തു, എസ് ഇത് എൽ, ദെൻ ഇത് എം. അപ്പോൾ നേരത്തെ പറഞ്ഞ കണ്ടീഷൻ എന്താണ്, ഇത് എല്ലാ കേസിലും പോസിബിൾ ആണ്. അതായത് എന്താണ്, എസ് പ്ലസ് എൽ ഷുഡ് ബി ലെസ് ദാൻ റിമൈനിങ് സം ഓഫ് ലെങ്ത് ഓഫ് ദ റിമൈനിങ് ടു ലിങ്ക്സ് എം പ്ലസ് എൻ ആവണം. അപ്പോൾ നമ്മളിത് ഫിക്സ് ചെയ്തു വിചാരിക്കുക. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, ഈ കേസിൽ നമ്മുടെ ഷോർട്ടസ്റ്റ് ലിങ്ക് കപ്ലറായിട്ട് ആക്ട് ചെയ്യും. ബാക്കി രണ്ട് ലിങ്ക് എന്നും എല്ലും എന്ത് സംഭവിക്കും, അത് രണ്ടും എന്താണ് ഓസിലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ റോക്കറായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഈ ഇൻവേർഷൻസ് മുഴുവൻ എങ്ങനെയാണ് നമുക്ക് കിട്ടുക, ഇതിന് മൊത്തം വരുന്ന കണ്ടീഷൻ സെയിം തന്നെയാണ്. എന്തായിരിക്കണം, ഒരെണ്ണം ഫിക്സഡ് ലിങ്ക് ആവണം. അതേപോലെ തന്നെ എന്താണ് നേരത്തെ പറഞ്ഞ ഒരു ക്രൈറ്റീരിയ എസ് പ്ലസ് എൽ ലെസ് ദാൻ എൻ പ്ലസ് എം ആവണം. അപ്പോൾ ഇവിടെ കിട്ടുന്നത് നമുക്ക് എന്താണ്, രണ്ട് റോക്കറാണ് വരുന്നത് അല്ലെങ്കിൽ രണ്ട് ലിവേഴ്സ്. അപ്പോൾ ഡബിൾ റോക്കർ മെക്കാനിസം അല്ലെങ്കിൽ റോക്കർ മെക്കാനിസം അല്ലെങ്കിൽ ഡബിൾ ലിവർ മെക്കാനിസം അല്ലെങ്കിൽ ഓസിലേറ്റിംഗ് കൺവെർട്ടർ എന്ന് വിളിക്കാം. അപ്പോൾ ഇങ്ങനത്തെ എ ലിങ്കേജ് ഇൻ വിച്ച് ദ സം ഓഫ് ലെങ്ത് ഓഫ് ദ ലോങ്ങസ്റ്റ് ആൻഡ് ഷോർട്ടസ്റ്റ് ലിങ്ക് ഈസ് ലെസ് ദാൻ സം ഓഫ് ദ അതർ ടു ലിങ്ക്സ് ഈസ് നോൺ ആസ് എ ക്ലാസ് 1 മെക്കാനിസം. എന്താണ് ഇപ്പോൾ ഈ പറഞ്ഞതൊക്കെ എന്താണ്, ക്ലാസ് 1 മെക്കാനിസം ആണ്. Then when the sum of length of the largest and shortest link is more than sum of the other two links, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെന്ത് പറയാം, ക്ലാസ് 2 മെക്കാനിസം എന്ന് വിളിക്കാം. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മളെന്താണ് എനി ലിങ്ക് ഫിക്സഡ്, ഇപ്പോൾ ഇതിൽ ഏതൊരു ലിങ്ക് ഫിക്സ് ചെയ്താലും നമുക്ക് കിട്ടുന്ന എപ്പോഴും എന്തായിരിക്കും, ഒരു ഡബിൾ റോക്കർ ആയിരിക്കും കിട്ടുന്നത്, അല്ലെങ്കിൽ റോക്കർ മെക്കാനിസമാണ് നമുക്ക് ലഭിക്കുന്നത്, അല്ലെങ്കിൽ ഓസിലേറ്റിംഗ് കൺവേർട്ടർ ആയിരിക്കും ലഭിക്കുന്നത്. ഇത് ക്ലാസ് 2 മെക്കാനിസത്തിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എന്താണ്, ഏതെങ്കിലും ഒരു ലിങ്ക് ഫിക്സഡ് ആക്കണം. അതുപോലെ തന്നെ എന്താണ്, എൽ പ്ലസ് എസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ എം പ്ലസ് എൻ. ഇനി അടുത്തൊരു കേസ് നോക്കാം. അപ്പോൾ നമ്മൾ ഇനീക്വാളിറ്റി, അതായത് ഇവിടെ ലെസ് ദാൻ ആയിട്ടുള്ള കേസ് കണ്ടു, ഗ്രേറ്റർ ദാൻ ആയിട്ടുള്ള കേസ് കണ്ടു. ഇനി അടുത്തത് വരുന്നത് എൽ പ്ലസ് എസ് ഈസ് ഈക്വൽ ടു എം പ്ലസ് എൻ ആണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു പാരലലോഗ്രാമിൻ്റെ കേസാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു കേസിനകത്ത് വരുന്നത് എന്തായിരിക്കും, ഡെൽറ്റോയിഡ് ലിങ്കേജ് ആണ് നമുക്ക് കിട്ടുന്നത്.
അപ്പോൾ ഈ ഒരു കേസിനകത്ത് നമ്മുടെ എന്താണ് ഇപ്പോൾ ഇതിനകത്ത് ഇതാണെന്ത് നമുക്ക് എല്ല് എല്ലോ അതുപോലെ തന്നെ ഇതും എല്ലാണ് ഇത് എസ് ആണ് ഇത് എസ് ആണ് വെച്ചാൽ സെയിം ലെങ്ത് അല്ല. അപ്പോൾ ഇതാണ് എന്ത് ഫോർത്ത് ഇൻവേർഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു 4 ബാർ ലിങ്കേജിൻ്റെ ഇപ്പോൾ ഈ ഒരു കേസിൽ എന്ത് ചെയ്യും എസ് ക്രാങ്ക്, അതായത് ഈ രണ്ട് ഷോർട്ടസ്റ്റ് ലിങ്കും എന്താണ് ക്രാങ്ക് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ പേരെന്താണ് പാരലൽ ക്രാങ്ക് 4 ബാർ ലിങ്കേജ് എന്നാണ്, അല്ലെങ്കിൽ ഡെൽറ്റോയിഡ് ലിങ്കേജ് എന്ന് വിളിക്കാം. അപ്പോൾ നമ്മൾ ക്ലാസ് 1 മെക്കാനിസം, ക്ലാസ് 2 മെക്കാനിസം, അതുപോലെ തന്നെ എന്താണ് അടുത്തത് എന്താ ഈ ഡെൽറ്റോയിഡ് ലിങ്കേജും കണ്ടുന്നതാണ് ഗ്രേഷോഫ്സ് ലോ. അപ്പോൾ ഈ ഒരു ലോ സ്റ്റേറ്റ് ചെയ്യുന്നത് ഈ സെയിം കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. ഗ്രേഷോഫ്സ് ലോ എന്താണ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ഫോർ എ 4 ബാർ മെക്കാനിക് ഹാസ് അറ്റ്ലീസ്റ്റ് 1 റിവോൾവിംഗ് ലിങ്ക്. എന്താണ് ഒരു ലിങ്ക് എന്താണ് ഒരു ക്രാങ്ക്, അതായത് ഈ ഒരു 4 ബാർ ലിങ്കേജിൽ ഒരു ക്രാങ്ക് എങ്കിലും ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്താണ് കണ്ടീഷൻ ഇതാണ് എൽ പ്ലസ് എസ് ലെസ് ദാൻ സം ഓഫ് ലെങ്ത് ഓഫ് ദി അതർ 2 ലിങ്ക്സ്. ഇതാണ് ഈ ഒരു ഗ്രേഷോഫ്സ് ലോ പറയുന്നത്. നേരത്തെ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ്, അതൊരു ലോ ആയിട്ട് പറയുന്നുണ്ട്, അത്രേ ഉള്ളൂ. സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ് വിച്ച് സ്റ്റേറ്റ്സ് ദാറ്റ് എ 4 ബാർ മെക്കാനിസം ഹാസ് അറ്റ് ലീസ്റ്റ് 1 റിവോൾവിംഗ് ലിങ്ക് ഇഫ് ദ സം ഓഫ് ലെങ്ത് ഓഫ് ദി ലാർജസ്റ്റ് ആൻഡ് ഷോർട്ടസ്റ്റ് ലിങ്ക് ഈസ് ലെസ് ദാൻ സം ഓഫ് ദി ലെങ്ത് ഓഫ് ദി അതർ 2 ലിങ്ക്സ്. അപ്പോൾ ഇതിനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസ് ഇപ്പോൾ ഗ്രേഷോഫ്സ് ലോ യൂസ് ചെയ്തിട്ടും അതുപോലെ തന്നെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജും ട്രാൻസ്മിഷൻ ആംഗിളും പിന്നെ ക്രാങ്ക് ആംഗിളും ഒക്കെ വരുന്ന പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്, വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു വീഡിയോസൊക്കെ കാണാവുന്നതാണ്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോസ് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഷെയർ ചെയ്ത് കൊടുക്കാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.